നോക്കൂ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ നഷ്ടപ്പെട്ട സുഹൃത്തിനെ വെള്ളിയാർ തിരിച്ചു തന്നു. പക്ഷേ ഇന്നലെ എത്ര രൗദ്രമായിട്ടാണ് ഈ വെള്ളിയാർ ഒഴുകിയിരുന്നതറിയും. ഇന്ന് നോക്കൂ, വളരെ ശാന്തമായി പാലത്തിൻ്റെ അടിയിലൂടെ നിയന്ത്രണ വിധേയമായി ഒഴുങ്ങുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി ഞങ്ങളുടെ സുഹൃത്തിനെ വീണ സ്ഥലത്ത് നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരെ നദിയുടെ അടിയിൽ കുടുങ്ങിപ്പോയതാണ്. ഒരു മരം, ഒഴുകി വന്ന മരം, കുറേ മരങ്ങളുണ്ടാവും. ഈ മഴക്കാലത്ത് മരങ്ങളും നാളികേരവും ജീവികളും പല സാധനങ്ങളും പുഴയിലൂടെ ഒഴുകി വരും. അത്തരം ഒരു വലിയ മരത്തിൻ്റെ അടിയിൽ നിന്നാണ് ശരീരം കിട്ടിയത്. ദുഃഖകരമായൊരവസ്ഥ. വെള്ളിയാറിൻ്റെ തീരത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെയും പോലീസിൻ്റെയും എല്ലാം നിർദ്ദേശങ്ങൾ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പ്രിൻ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. മഴക്കാലത്ത് പ്രതീക്ഷിതമായി വെള്ളം വരും എന്നതിനാൽ നദിയിലേക്ക് ഇറങ്ങരുത്, ആളുകൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം എന്നെല്ലാം അവിടെ നിർദ്ദേശങ്ങളുണ്ട്. നദിയുടെ 2 കരകളിലും ഓരോ ചായക്കടകളിൽ